ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ. വീട് വെക്കാനാ? എന്റെ പട്ടി വെക്കും. ഞങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാനുള്ളതാണ്. എന്നിട്ട് വേണം മറ്റേ കൊടിയൊക്കെ ഇങ്ങോട്ട് നിരത്തി വെച്ചിട്ട് എടാട്ടോട് പറക്കണ്ടേ. എടാ ആരാടാ പെണ്ണ്? ആ ഇവിടെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നു. ലോട്ടറി അടിച്ചില്ലെങ്കിലോ? വീട്ടില് സ്വർണ്ണമൊക്കെ ഇരിപ്പില്ലേ, നമുക്ക് അതൊക്കെ എടുത്തിട്ടേ അടിച്ചു പൊളിച്ചിട്ട് ആവശ്യമായിട്ട് അങ്ങ് പോവാം. നോട്ട് ചെയ്യൽ അവിടേക്ക് മോള് സാർ, ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു, നോക്കട്ടെ. വീട്ടിൽ നിന്ന് ഡാഡിയാണ്. ഇലക്ട്രിസിറ്റി ബില്ലിന്റെ അടക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വന്ന് പോയി വിളിച്ചിട്ട് വരാം കേട്ടോ. ആ ഹലോ ഹലോ, ചെറുക്ക, നീ ആ പൈസ കൊണ്ട് തരാൻ എന്താണ്? മേലെടുത്ത് പൈസ തരണ്ടേ? പറ്റിക്കാന്ന് വിചാരിച്ചാ? എന്നെ വെറുതെ അങ്ങോട്ട് വരത്തരുത്. പക്ക ഫ്രോഡാ, ഷൂട്ട് ചെയ്യടാ അവരെടുത്ത്. എന്റെ പൊന്നിയേച്ചി, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വിളിച്ചേ? ഞാൻ പറഞ്ഞല്ലേ പൈസ തരാന്ന്. പറ്റിക്കത്തില്ല. എടാ ചെറുക്ക, നീ ആ പൈസ വേഗം കൊണ്ടു തന്നില്ലെന്നുണ്ടല്ല, ഇനി ഞാനങ്ങോട്ട് വരികയില്ല. അസോസിയേഷനൊക്കെ ഉള്ളതാണ് കേട്ടോ. അവര് വന്ന് പണി നടത്തിക്കോളും, പറഞ്ഞേക്കാം. എന്റെ പൊന്നിയേച്ചി, നിങ്ങൾ സമാധാനപ്പെടുക. ഞാൻ പറയണ അതൊന്ന് സമാധാനമായിട്ട് കേക്ക്. നമ്മുടെ വലയല്ലേ ഒരു പെണ്ണ് കേട്ടുണ്ട്. നമ്മള് മാക്സിമം അതിന് ഊറ്റിപ്പിടിച്ച സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പൈസക്ക് പൈസ, സ്വർണ്ണത്തിന് സ്വർണ്ണം. അപ്പൊ ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തുള്ളൂ. നിങ്ങളുടെ പൈസ പറയണ സമയത്ത് ഞാനത് ചെയ്യും. അല്ലെ എന്റെ പേര് നിങ്ങൾ പട്ടി കിട്ടോ. ഇന്ന് 5 മണിക്കുള്ളിൽ പൈസ എത്തിച്ചില്ലെങ്കിലുണ്ടല്ല, എനിക്ക് പൈസ ഒക്കെ കുതിയ ആവശ്യമുള്ളതാണ്. ഇല്ലെങ്കില് സീൻ വേറെ ആകും മോനെ, പറഞ്ഞേക്കാം. എന്റെ പൊന്നിയേച്ചി, ഞാൻ പറഞ്ഞ് കേട്ടല്ല. അവളുടെ ഇങ്ങനെ പൈസ ഒപ്പിക്കും. ആ സെന്റി വർക്കൗട്ട് ചെയ്യാം. സെന്റിയിൽ വീഴാത്ത പെണ്ണുങ്ങളുണ്ടാ നമ്മോടാ. നീ വാ. മോളസേ, വീട്ടിൽ നിന്ന് മമ്മിയാ വിളിച്ചത്. ഡാഡി ഇപ്പൊ അത്യാവശ്യ നിലയിൽ ഹോസ്പിറ്റലില്ല. എന്തിയൊന്നൊരു പിടിയില്ല. ചേട്ടൻ വേഗം ഹോസ്പിറ്റലിലോട്ട് പോക്കോ. അല്ല അതല്ല, അല്ലെന്നേ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ബില്ലിനും അവിടെ ചെലവിനും ഒരുപാട് കാശ് തരാവും. എന്തേലാണ് ഒരു നയ പൈസ ഇല്ല. ചേട്ടൻ വേണം എന്റെ മോതിരം പണയം വെച്ച്. അല്ല എന്തായിരുന്നു? ആ എന്നാ മോള് വയ്ക്കൂ. ചേട്ടൻ ആശുപത്രിയിലെ കടങ്ങളൊക്കെ വീട്ടിട്ടെ ഇതിലും നല്ല ഓർമ്മ മേടിച്ചു തരാം കേട്ടോ. ശരി ചേട്ടാ, വിളിക്കണേ. അവക്കടെ പ്രേമം തേങ്ങാ കൊല. ഇവന്മാരെന്താ ഇവിടെ? ആ മൈൻഡ് ഉണ്ട്. പ്ലീസ്. എന്താടാ? ഒന്നുമില്ല. സീനാ കേട്ടാ. പാവം. എന്തോന്നുണ്ടേ ഇടിയടേ? ആണെന്നാ നാട്ടിലുള്ള പെൺപിള്ളേരെയൊക്കെ നിനക്ക് പളക്കണല്ലോടാ. ഇവിടെ ഒരുത്തൻ ആത്മാർത്ഥമായിട്ട് പ്രേമിച്ചു കിടന്നു, അവനൊന്നും പെണ്ണില്ല. അവന്റെ ഇടക്ക് അവൻ കിടന്ന് അഭ്യർത്ഥന എറാ അവിടെ നിന്ന് വെച്ച് മോതിരം ഇടറാ. നീ പോകാമല്ലോ. ആ നിക്ക്, തീർന്നില്ലടാ. അതല്ല എന്തായാലും ഇത്രയൊക്കെ വാങ്ങിച്ചല്ലേ, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? ഒരു ഓർമ്മയ്ക്ക് നേരെ കണ്ണടക്ക്. ഇനി ഇതിപ്പോ ഒരു സാമ്പിള്. ഇനി ഈ പരിപാടിയാണ് നീ കാണിക്കുന്നതെങ്കിൽ പിന്നെ 22 ഫീമെയിൽ കോട്ടയം അവസ്ഥയായിരിക്കുന്നത്. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് നിന്നെനിക്ക് ഇത്ര ഉപകാരങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്നുള്ളൂ. ഇനി നമ്മൾ തമ്മിൽ കാണാനൊരു അവസരം നീ ആയിട്ടുണ്ടാക്കരുത്. ഓക്കെ ഓക്കെ വാടാ. അവൾ ഈ വഴി തന്നെ വരുന്ന നിനക്ക് വല്ല ഉറപ്പുണ്ട്?
എടാ അതിലേ കയറി കഴിഞ്ഞാൽ ഇതിലേ വരാൻ പറ്റത്തുള്ളൂ. നീ വെയിറ്റ് ചെയ്യും, വരൂ ഇപ്പൊ. അതൊക്കെ ശരി. എന്താ നിന്റെ പ്ലാൻ? അതാദ്യം പറ. അതൊക്കെ ഉണ്ട്, നീ കണ്ടോ? പണ്ട് നീ എനിക്കൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ വളയ്ക്കാനായിട്ട്. അതൊരബദ്ധം. ഒന്ന്, ഒരുപാട്. അവൾ ആദ്യം ബ്ലോക്ക് ചെയ്യണം, ബാക്കി കാര്യം ഞാൻ വെച്ച്. നീ വാ. ഇത്തിരി കലിപ്പിസിയും പിടിച്ചോ. ആ അങ്ങനെ അങ്ങ് പോയാലോ? വഴിമാറ്. ഇല്ലെങ്കിൽ നിങ്ങൾ പൊക്കോ. അവള് കാര്യം പോലും പറഞ്ഞില്ല. നിന്റെ ഒരു ഒടുക്കത്തെ പ്ലാൻ. ചെന്ന് കാര്യം പറ. ഹലോ, അയ്യോ ഇതെവിടെ നീട്ടി? ഞാൻ കണ്ടായിരുന്നു താനും തൻ്റെ കാമവനും കൂടെ മരത്തിൻ്റെ അടിയിൽ നിന്ന് ഹൃദയങ്ങൾ കൈമാറുന്നു. അപ്പോൾ താനിത് അവനെ ഊരി കൊടുക്കുന്നത് ഞാൻ കണ്ടു. താനിത് എന്തറിഞ്ഞിട്ടാ അവന് ഈ സ്വർണ്ണമോതിരം ഊരി കൊടുത്ത്? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഇഷ്ടം എത്ര കാലമായി? അതൊക്കെ എന്തിനാ താനറിയുന്നു? ശരിയാ, അതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ താൻ ജീവനോട് സ്നേഹിക്കുന്നവനുണ്ടല്ലോ, മഹാ ഉഡായിപ്പാണ്, മഹാ വൃത്തികെട്ടനുമാണ്. അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാമോ? ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കണം. കാണിച്ചു കൊടുക്കും. ഇത് കണ്ടു നോക്ക്. ഇനി എന്താ വിശ്വസിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം തൻ്റെ തീരുമാനം. ഇതിനകത്ത് തൻ്റെ അച്ഛൻ്റെ വേർപ്പുണ്ട്.